മഹാകേരളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ അടുത്തുള്ള ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോയിൽ മീനം രാശിക്കാരുടെ വർഷം 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങളാണ് പറയുന്നത്. ഈ മാസത്തിലെ ഗ്രഹനില നിങ്ങളുടെ രാശിയിൽ നിന്നും ഇപ്രകാരമായിരിക്കും. ശനി നിങ്ങളുടെ രാശിയിലും, ശുക്രൻ 3-ാം ഭാവമായ ഇടവത്തിലും, സൂര്യനും ഗുരുവും 4-ാം ഭാവമായ മിഥുനത്തിലും, ബുധൻ 5-ാം ഭാവമായ കർക്കിടകത്തിലും, ചന്ദ്രൻ, ചൊവ്വ, കേതു എന്നീ ഗ്രഹങ്ങൾ ചിങ്ങത്തിലും, രാഹു 12-ാം ഭാവമായ കുംഭത്തിലുമായിരിക്കും മാസാരംഭത്തിൽ നിൽക്കുന്നത്. ജൂലൈ 16-ാം തീയതി സൂര്യൻ മിഥുനത്തിൽ നിന്നും കർക്കിടകത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. ഇപ്പോൾ തൻ്റെ സ്വന്തം രാശിയായ ഇടവത്തിൽ നിൽക്കുന്ന ശുക്രൻ ജൂലൈ 26-ാം തീയതി മിഥുനത്തിലേക്ക് രാശിമാറ്റം ചെയ്യുന്നതായിരിക്കും. കേതുവിനോടൊപ്പം ചിങ്ങത്തിൽ നിൽക്കുന്ന ചൊവ്വ ജൂലൈ 28-ാം തീയതി കന്നിയിലേക്ക് രാശി മാറുന്നതായിരിക്കും. അതോടെ കേതുവും ചൊവ്വയും ചേർന്ന് നിർമ്മിച്ചു കൊണ്ടിരുന്ന അംഗാരകദോഷം അവസാനിക്കുന്നതുമായിരിക്കും. മാസാരംഭത്തിൽ ചിങ്ങത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ഓരോ 2.25 ദിവസം കഴിയുമ്പോൾ തൻ്റെ രാശി മാറിക്കൊണ്ടിരിക്കുന്നതായിരിക്കും. ഈ മാസം മുതൽ 2 ഗ്രഹങ്ങൾ വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. ആദ്യം ജൂലൈ 13-ാം തീയതി മീനത്തിൽ നിൽക്കുന്ന ശനി വക്രഗതിയിൽ സഞ്ചരിക്കാൻ തുടങ്ങുന്നതായിരിക്കും. നവംബർ 28-ാം തീയതി വരെ ഏകദേശം 138 ദിവസത്തോളവും ശനി വക്രഗതിയിലായിരിക്കും സഞ്ചരിക്കുന്നത്. അതുപോലെ കർക്കിടകത്തിൽ നിൽക്കുന്ന ബുധൻ ജൂലൈ 18-ാം തീയതി മുതൽ ഓഗസ്റ്റ് 11-ാം തീയതി വരെ ഏകദേശം 25 ദിവസത്തോളവും വക്രഗതിയിൽ സഞ്ചരിക്കുന്നതായിരിക്കും. ഞാനിവിടെ പറയുന്നത് ചന്ദ്രഘടനയെ അടിസ്ഥാനമാക്കിയുള്ള പൊതുഫലങ്ങളാണ്. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹനില, ഇപ്പോഴത്തെ മഹാദശ, അപഹാരം എന്നിവയിൽ വരുന്ന വ്യത്യാസങ്ങൾ കാരണം ഫലങ്ങളിലും ചില്ലറ ഏറ്റക്കുറച്ചിലുകൾ വരുവാൻ സാധ്യതകളുണ്ട്. ആദ്യമായി നിങ്ങളുടെ കരിയറിനെ കുറിച്ചാണ് പറയുന്നത്. 10-ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു കേന്ദ്രസ്ഥാനമായ 4-ാം ഭാവത്തിലാണ് നിൽക്കുന്നത്. കരിയറിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. ഓഫീസിൽ കാര്യങ്ങൾ സാധാരണഗതിയിൽ നടന്നു പോകുന്നതായിരിക്കും. ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഈ സമയത്ത് ധൃതി പിടിച്ചൊന്നും തന്നെ ചെയ്യാൻ പാടില്ല. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. ഉദ്യോഗാർത്ഥികളായ യുവതീ യുവാക്കൾക്ക് നന്നായി ശ്രമിച്ചാൽ ജോലി ലഭിക്കുവാനുള്ള എല്ലാ ചാൻസുകളും ലഭിക്കുന്നതായിരിക്കും. ഗുരുവിൻ്റെ 7-ാം ദൃഷ്ടി 10-ൽ പതിക്കുന്നത് ശുഭഫലങ്ങൾ ലഭിക്കുവാൻ സഹായിക്കുന്നതായിരിക്കും. വ്യാപാരി വ്യവസായികളെ സംബന്ധിച്ചിടത്തോളം ഈ മാസം നിങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും. ലാഭസ്ഥാനാധിപൻ ശനി 1-ലാണ് നിൽക്കുന്നത്. ശനി 1-ൽ നിൽക്കുന്നതിൻ്റെ അർത്ഥം നിങ്ങൾ ഈ സമയത്ത് 7.5 ശനിയുടെ 2-ാം ചരണത്തിൻ്റെ പ്രഭാവത്തിലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഈ സമയത്ത് ശനി തൻ്റെ സ്വന്തം നക്ഷത്രമായ ഉത്രട്ടാതിയിൽ നിൽക്കുന്നതിനാൽ ശനിയുടെ ശുഭഫലങ്ങളായിരിക്കും ലഭിക്കുന്നത്. ഈ സമയത്ത് ഇൻകം വർദ്ധിക്കുന്നതായിരിക്കും. പക്ഷേ അതുപോലെ ചിലവുകളും വർദ്ധിക്കുവാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം. സാമ്പത്തിക സ്ഥിതികൾ ഈ മാസം സാമാന്യമായിരിക്കും. ഇനി നിങ്ങളുടെ ഭാഗ്യസ്ഥിതികൾ ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 9-ാം ഭാവാധിപൻ ചൊവ്വയാണ്. ചൊവ്വ നിൽക്കുന്നത് 6-ാം ഭാവത്തിലാണ്. 6-ാം ഭാവത്തിൽ ചൊവ്വ സാധാരണ ശുഭഫലങ്ങളാണ് നൽകുന്നത്. പക്ഷേ ഇവിടെ ചൊവ്വയും കേതുവും ചേർന്ന് അംഗാരകദോഷം നിർമ്മിക്കുന്നതിനാൽ ഭാഗ്യസ്ഥിതികളിൽ ഫ്ലക്ച്വേഷൻസ് ഉണ്ടാകുവാൻ സാധ്യതകളുണ്ട്. ഈ സമയത്ത് നിങ്ങളുടെ രാശിയാധിപൻ ഗുരു അതിചാരിയായിട്ടാണ് സഞ്ചരിക്കുന്നത്. അതിനാൽ ഒരു കാര്യവും ധൃതി പിടിച്ച് ചെയ്യുവാൻ പാടില്ല. ഈ സമയത്ത് ആരെയും അതിര് കവിഞ്ഞ് വിശ്വസിക്കുവാനും പാടില്ല. മറ്റുള്ളവർ പറയുന്നത് കേട്ട് എടുത്തിയാടി ഒന്നും തന്നെ ചെയ്യാൻ പാടില്ല. യാത്രകൾ ചെയ്യുമ്പോൾ നല്ല ജാഗ്രത ഉണ്ടായിരിക്കണം. ജൂലൈ 28-ാം തീയതി ചൊവ്വ രാശി മാറുമ്പോൾ അംഗാരകദോഷം അവസാനിക്കുന്നതായിരിക്കും. പിതാവിൻ്റെ ആരോഗ്യത്തിൽ പ്രശ്നങ്ങൾ വരാൻ സാധ്യതകളുണ്ട്. ഈ കാര്യത്തിൽ ശ്രദ്ധിക്കണം.
സന്താനങ്ങളെക്കുറിച്ച് ചില ആശങ്കകൾ ഉണ്ടാകുവാനും സാധ്യതകളുണ്ട്. ഈ സമയത്ത് ആർക്കും പൈസ കടം കൊടുക്കാൻ പാടില്ല. കൊടുത്താൽ ചിലപ്പോൾ സമയത്ത് തിരിച്ചു കിട്ടി എന്നും വരില്ല. ഇനി മീനം രാശിക്കാരുടെ ദാമ്പത്യ ജീവിതത്തെക്കുറിച്ചാണ് വിവരിക്കുന്നത്. 7ാം ഭാവമാണല്ലോ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. 7ാം ഭാവാധിപൻ ബുധനാണ്. ബുധൻ നിൽക്കുന്നത് ലക്ഷ്മി ത്രികോണ സ്ഥാനമായ 5ാം ഭാവത്തിലാണ്. ഈ മാസം ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുവാൻ സാധ്യതകളില്ല. വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിൽ വന്നുകൊണ്ടിരുന്ന തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതും യോജിച്ച ജീവിത പങ്കാളിയെ കണ്ടെത്തുവാൻ സാധിക്കുന്നതും ആയിരിക്കും. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ മാസം എങ്ങനെയായിരിക്കുമെന്ന് നോക്കാം. 5ാം ഭാവത്തിൽ ബുധൻ നിൽക്കുന്നുണ്ട്. ബുധൻ ബുദ്ധി, വിദ്യ എന്നിവയുടെ കാരകനാണല്ലോ. ഈ സമയത്ത് വിദ്യാർത്ഥികൾ പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതും പരീക്ഷകളിലും മറ്റും നന്നായി പെർഫോം ചെയ്യുന്നതുമായിരിക്കും. ബുധൻ മാസം മുഴുവനും 5ൽ തന്നെയായിരിക്കും നിൽക്കുന്നത്. ലവ് റിലേഷനിലുള്ളവരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഈ മാസം നിങ്ങൾക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെ ഉണ്ടാകുന്നതല്ലായിരിക്കും. നേരത്തെ മുതൽ പ്രശ്നങ്ങളുള്ളവർക്കതിൽ ആശ്വാസം ലഭിക്കുന്നതുമായിരിക്കും. അവസാനമായി നിങ്ങളുടെ ആരോഗ്യസ്ഥിതികളെക്കുറിച്ചാണ് പറയുന്നത്. 1ാം ഭാവാധിപൻ ഗുരുവാണ്. ഗുരു നിൽക്കുന്നത് കേന്ദ്രസ്ഥാനമായ 4ാം ഭാവത്തിലാണ്. ഗുരുവിൻ്റെ പൊസിഷൻ നല്ലതായതിനാൽ ആരോഗ്യസ്ഥിതികൾ ഈ മാസം നല്ലതായിരിക്കും. എങ്കിലും 6ൽ അങ്കാരക ദോഷം നിർമ്മിക്കുന്ന ചൊവ്വയുടെ 8ാം ദൃഷ്ടി നിങ്ങളുടെ 1ാം ഭാവത്തിൽ പതിക്കുന്നത് കാരണം പനി, ചുമ മാതിരിയുള്ള കാലാവസ്ഥ മാറ്റം കാരണമായിട്ടുള്ള ചെറിയ രോഗങ്ങൾ അലട്ടുവാൻ സാധ്യതകളുണ്ട്. അതുപോലെ നേരത്തെ മുതൽ മരുന്നുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നവർ അതിൽ മുടക്കം വരുത്തുവാനും പാടില്ല. ഇതാണ് മീനം രാശിക്കാരുടെ വർഷം 2025 ജൂലൈ മാസത്തിലെ സമ്പൂർണ്ണ മാസഫലങ്ങൾ. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇതുപോലെ ജ്യോതിഷ സംബന്ധമായ കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടി എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. വീണ്ടും വേറൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.